എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ചെക്കൻ ലൂഫി അവനാണെങ്കിൽ നിലവിളിക്കുകയാണ്. എനിക്ക് പോണം, മിസ്സിനെ എങ്ങനെയെങ്കിലും എനിക്ക് കണ്ടെത്തണം, ഉറപ്പായാലും അവൻ ജീവിച്ചിരിപ്പുണ്ടാവും. അതിന് ആന്റിയുടെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ഇപ്പൊ അവനെ പിടിച്ചു വെക്കും. ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് നീ കേൾക്ക്, നിന്നെ പോലെ തന്നെ ഞങ്ങൾക്കും നല്ല വിഷമമുണ്ട്. കാരണം ഞങ്ങളുടെ ബോസ് ആന്റി അവരും അവിടെ പെട്ടുകിടക്കുകയാണ്. പക്ഷെ ഇപ്പൊ അവിടേക്ക് പോയാൽ അത് വലിയ അപകടമാണ്. കാരണം സെലസ്റ്റിയൽ ഡ്രാഗൺസ് അവരാ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് ഗാർഡ്സ്, സെക്യൂരിറ്റീസ്, ഒത്തിരി പേരുണ്ട്. അവരുടെ കൺമുമ്പിൽ ചെന്നുപെട്ട ഉറപ്പായാലും അവർ നിന്നെ കൊന്നുകളയും. കട്ട് ചെയ്ത ഇവിടെ ആ സെലസ്റ്റിയൽ ഡ്രാഗന്റെ കപ്പൽ കാണിക്കും. ആളാണെങ്കിൽ നമ്മുടെ പാവം ഫ്രണ്ട് പയ്യന്റെ ബോട്ട് അത് അറിഞ്ഞ പൊറഞ്ഞ് ഷൂട്ട് ചെയ്ത് തീയിട്ടു. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഡോഗറെ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് പേടിച്ച് നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ബോട്ടിന്റെ ഉൾവശം കാണിക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പയ്യൻ അവന്റെ ബോഡിയിലെ ജാക്കറ്റ് ഒക്കെ ഊരി അവന്റെ ബോട്ടിലുണ്ടായിരിക്കുന്ന തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ സെലസ്റ്റിയൽ ഡ്രാഗൺ ആണെങ്കിൽ അപ്പോഴും ആളുടെ കലി അടങ്ങിയിട്ടില്ല. അവൻ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ബോട്ടുമായി എന്റെ കപ്പലിന്റെ മുൻപിലേക്ക് വരും. മാത്രമല്ല അവന്റെ ബോട്ടിന് മുകളിലായിട്ട് ഒരു പൈററ്റ് ഫ്ലാഗ് ഉണ്ട്. അവൻ കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ വലിയൊരു ഗണ്ണെടുത്ത് ഒരൊറ്റ പൊട്ടിക്കൽ പൊട്ടിക്കും. ആ ഒരു പൊട്ടിക്കലില് ബോട്ട് ഓൾമോസ്റ്റ് മുഴുവനായിട്ട് അങ്ങനെ തകർന്ന് തരിപ്പണാവുകയാണ്. അവന്റെ ക്യാപ്പ് അത് എയറിൽ അങ്ങനെ പാറി നടക്കും. അതേസമയം ഇവിടെ ലൂഫിയും അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സും അവരെല്ലാവരും ഓടി വരികയാണ്. കാരണം എയ്സും ആന്റിയും തിരികെ എത്തിയിരിക്കുകയാണ്. എയ്സ് ആണെങ്കിൽ പരുക്ക് പറ്റിയ ആന്റിയും ചുമലിലേറ്റിയായിരിക്കും അവിടേക്ക് വരിക. ഉടനെ ആന്റിയുടെ അസിസ്റ്റൻസ് അവരെല്ലാവരും ചേർന്ന് ആന്റിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തോന്നും. ലൂഫിക്കാണെങ്കിൽ എയ്സിനെ കണ്ട് ഭയങ്കര സന്തോഷാവും. അവൻ ചാടി വന്ന് എയ്സിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. പക്ഷെ എയ്സിനാണെങ്കിൽ അതൊന്നും ഒട്ടും ഇഷ്ടമല്ല. നീ എന്താ കരുതിയേ ഞാൻ ചത്തുപോകുന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എന്നെ ഓർത്ത് ഇങ്ങനെ ഫീൽ ആവേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ലൂഫിയെ തട്ടി മാറ്റും. അതേസമയം അസിസ്റ്റൻസിന് അവർക്കറിയേണ്ടത് അവര് പോയതിനു ശേഷം അവിടെ എന്താണ് സംഭവിച്ചതെന്നാണ്. അതിന് എയ്സ് പറയും, ഒന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ പോയതിന് തൊട്ടു പിന്നാലെ തന്നെ ഞാനും ആന്റിയും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവനെ മടക്കിൽ ലോക്ക് ചെയ്ത് തല്ലി കൊന്നു. അതിനുശേഷം നിങ്ങളുടെ തൊട്ടു പിന്നാലെ തന്നെ ഞങ്ങളും ആ വലിയ തീയുടെയൊക്കെ ഇടയിലൂടെ രക്ഷപ്പെട്ടു വരികയായിരുന്നു. അപ്പോഴാണെങ്കിൽ അവർക്ക് ചുറ്റും ഭയങ്കര തീ. ആന്റി ആണെങ്കിൽ എയ്സിനോട് പറയും, നീ പേടിക്കണ്ട, ഞാൻ ഈ തീയിലൂടെ മുൻപിലോടാം, നീ എന്റെ തൊട്ടു പിന്നാലെ വരണമെന്ന് പറഞ്ഞ് ആന്റി മുൻപിലോടും. എയ്സ് ആണെങ്കിൽ ആന്റിയുടെ തൊട്ടു പിന്നാലെ സേഫ് ആയിട്ട് വരും. ആന്റി മുൻപിൽ ഓടുന്നത് കൊണ്ട് തന്നെ തീ എല്ലാം തന്നെ ആന്റിയുടെ ബോഡിയിലേക്കായിരിക്കും നല്ല ഫോഴ്സിൽ അടിക്കുക. അവര് കഷ്ടപ്പെട്ട് പുറത്തേക്ക് ഓടിയെത്തും. പക്ഷെ എന്താ, നമ്മുടെ ആന്റിയുടെ ബോഡി മുഴുവൻ ഒരുപാട് പരുക്ക്. അവളാണെങ്കിൽ തലചുറ്റി താഴേക്ക് വീഴാണ്. എയ്സ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആന്റി അങ്ങനെ ഉയർത്തിയെടുത്ത് ഒരു മരത്തിന്റെ പൊത്തിൽ ഒളിപ്പിച്ചു വെക്കും. അതിനുശേഷം ആരുടെയും കണ്ണിൽ പെടാതെ കുറച്ച് മെഡിസിൻസും ഫുഡും ഒക്കെ ആയിട്ട് ആന്റിയുടെ അടുത്തേക്ക് തിരികെ വരും. ഒടുവിലെല്ലാം മെഡിസിൻസ് വെച്ച് കെട്ടി ആന്റിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ കൊടുത്ത് പഴയതുപോലെ ഓക്കെ ആക്കി കൊണ്ടുവരും. ആ കാട്ടിലാണെങ്കിൽ ഒരുപാട് സോൾജിയേഴ്സും പോലീസും ആ ഗ്രേറ്റ് ടെർമിനലിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഓൺ ദ സ്പോട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലാനാണ് ഇവരിപ്പോ കാട് കയറിയത്. എയ്സ് ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് കാടും മരച്ചില്ലൊക്കെ പറിച്ച് അവർ നിൽക്കുന്ന സ്ഥലം സേഫ് ആക്കി വെക്കും. അതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് അവരുടെ ശ്രദ്ധയിൽപ്പെടാതെയാണ് ഇപ്പൊ തിരികെ എത്തിയിരിക്കുന്നത്. കട്ട് ചെയ്ത ഇവിടെ ആ സെലസ്റ്റിയൽ ഡ്രാഗനെ കാണിക്കും. ആളാണെങ്കിൽ ഏതോ ഒരു പാവത്തിന്റെ ചുമരിൽ ചവിട്ടിയിരുന്നായിരിക്കും അവിടേക്ക് കടന്നു വരിക. ഇവിടെ ആന്റിക്കാണെങ്കിൽ എയ്സിനെ കാണുമ്പോൾ അവന്റെ പ്രവൃത്തികളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ സാക്ഷാൽ കോൾഡ് ഡി റോജറിനെ തന്നെയായിരിക്കും ഓർമ്മ വരിക. കാർബ് കോൾഡ് ഡി റോജറിനെ കുറിച്ച് ഒരുപാട് കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആന്റിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ. ഈ ലോകത്തിലുള്ള എല്ലാവരും കോൾഡ് ഡി റോജറിനെ വെറുക്കുന്നുണ്ട്. എയ്സും അവന്റെ പപ്പയെ വെറുക്കുന്നു. പക്ഷെ അവൻ എത്രയൊക്കെ വെറുത്താലും അവന്റെ സ്വഭാവവും ആക്ഷനും എല്ലാം തന്നെ അവന്റെ പപ്പയെ പോലെയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോൾ ഡോഗറ അവൻ തിരികെ എത്തും. അവനാണെങ്കിൽ ഫ്രണ്ടിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവിടെയുള്ള എല്ലാവരോടുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും. അത് കേട്ട് എയ്സും ലൂഫിയും അവർ രണ്ടുപേരും ഫ്രീസായി പോവും. എയ്സിനും ലൂഫിക്കും ആണെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. നീ കള്ളം പറയാണെന്ന് പറഞ്ഞ് എയ്സ് ഇപ്പോ അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. ഉടനെ ഡോഗറയാണെങ്കിൽ അവന്റെ കൈ തട്ടിമാറ്റി വീണ്ടും നടന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. എയ്സ് വീണ്ടും ചോദിക്കും, സത്യം പറയും, അവനെ കൊന്നതാരാ? അവന് ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. അതിന് ഡോഗറ പറയും, അവനെ കൊന്നയാളെ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, അവനെ കൊന്നത് ആ സെലസ്റ്റിയൽ ഡ്രാഗണാണ്. എയ്സ് ആണെങ്കിൽ അവന്റെ സ്റ്റിക്ക് എടുത്ത് പുറത്തേക്ക് ഓടും. അത് കണ്ട് ആന്റി അവനെ പിടിച്ചു വലിച്ച് ആഞ്ഞടിക്കും. നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ? നിന്റെ പപ്പയെ പോലെ നിനക്കും
കുറച്ച് കഴിവൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നീ ഇത്രയും വലിയ മന്ദബുദ്ധിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആദ്യം നീ ആഗ്രഹിച്ചതുപോലെ ട്രെയിനിങ് ഒക്കെ എടുത്ത് വലിയൊരു പൈലറ്റാവ്. അതിനുശേഷം ആ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ തകർക്കാൻ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കും. ആന്റി എത്രയൊക്കെ പറഞ്ഞിട്ടും എയ്സ് അടങ്ങിയിരിക്കാൻ തയ്യാറാവില്ല. അത് കണ്ട ആന്റി ആണെങ്കിൽ അവനൊരു മരത്തിൽ കെട്ടിയിടും. ഇവിടെ ലൂഫി അവനിപ്പോ ആ ഫ്രണ്ടിന്റെ പേര് വിളിച്ച് നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ആന്റി ആളാണെങ്കിൽ എയ്സിന്റെ അടുത്തേക്ക് വരും. നീ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കോ? ദയവ് ചെയ്ത് നീ എടുത്തു ചാടാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരല്പം ക്ഷമ വേണം. സോ നീ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കാര്യങ്ങളൊക്കെ കേട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞ് ഇപ്പൊ അവന്റെ കയറ് അത് അഴിച്ചുവിടാൻ തുടങ്ങും. അപ്പോഴാണെങ്കിൽ ഡോഗറ അവനൊരു ലെറ്റർ കിട്ടി അത് വായിച്ച് വണ്ടടിക്കുകയാണ്. ഡോഗറ പറയും ഈ ലെറ്റർ അത് മറ്റാരും എഴുതിയതല്ല, നിങ്ങളുടെ ഫ്രണ്ട് പയ്യൻ അവൻ എഴുതിയതാണെന്ന് പറഞ്ഞ് ആ ഒരു ലെറ്റർ ഇപ്പൊ എയ്സിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവനാണെങ്കിൽ ആ ലെറ്റർ വായിക്കുകയാണ്. എയ്സ്, ലൂഫി, ഇത് ഞാനാണ് നിങ്ങളുടെ ഫ്രണ്ട്. നിങ്ങൾ രണ്ടുപേരും തീയിലൊന്നും പെടാതെ സേഫ് ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കിപ്പോ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ്. സോ ഞാനൊരു ബോട്ട് എടുത്ത് കടലിലേക്ക് പോവാണ്. ഞാനെടുത്ത് ഈ ലെറ്റർ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഞാൻ കടലിലെത്തിയിട്ടുണ്ടാവും. എന്റെ ഡെസ്റ്റിനേഷൻ അതെന്താണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഉറപ്പാണ്, ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ള പൈലറ്റായി മാറും. നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു ടീമായി പോകാൻ സാധിച്ചിട്ടില്ല എങ്കിലും നമ്മൾ 3 പേരും ഒന്ന് സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സ്ട്രോങ് പൈലറ്റ്സായി മാറി കണ്ടുമുട്ടണം. നമ്മൾ 2 പേരിൽ ആരാണ് ചേട്ടനും അനുജനും? ഞാനായിരിക്കും അല്ലേ? കുഴപ്പമില്ല, എനിക്ക് നിന്നെ എൻ്റെ അനുജനായി കാണാനാണ് ഇഷ്ടം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ട്രഷർ അത് ആക്ച്വലി നിങ്ങൾ 2 പേരുമാണ്. ലൂഫി അവൻ നമ്മളെ കഴിഞ്ഞു ഇളയതല്ലേ, അതിൻ്റെ എല്ലാ കുറവുകളും പ്രശ്നങ്ങളും അവനുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി നീ അവനെ സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പിടിക്കണം. എയ്സ് ആണെങ്കിൽ ഇപ്പൊ ആ ലെറ്റർ വായിച്ച് പൊട്ടിക്കരയാണ്. അതേസമയം ഇവിടെ ആന്റി ആണെങ്കിൽ ആ കാര്യമൊക്കെ ഓർത്ത് ഫുഡൊന്നും കഴിക്കാതെ ഫുഡ് നോക്കിയിരിക്കും. അവർക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. കാരണം അവന്റെ അച്ഛനും അമ്മയ്ക്കും അവനോട് ഒരു സ്നേഹവും ഇല്ല. അതുമാത്രമല്ല, ന്യൂസ് പേപ്പറിൽ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് പയ്യൻ അവൻ മരിച്ച ന്യൂസ് അവൾ വായിക്കും. അതും കൂടെ ആവുമ്പോ അവർക്കാണെങ്കിൽ അത് താങ്ങാനായിട്ട് കഴിയില്ല. ഇവിടെ ലൂഫി ആണെങ്കിൽ ദൂരെ പോയി ഒറ്റയ്ക്ക് പഴയ മെമ്മറീസ് എല്ലാം ആലോചിച്ച് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പൊ എയ്സ് അവന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അവന്റെ പുറത്ത് ആഞ്ഞൊരിട്ടി. ലൂഫി ഞെട്ടി എഴുന്നേക്കും. നീ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇനി നമ്മൾ പഴയതോർത്ത് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മളുണ്ടാക്കിയ നമ്മുടെ ട്രഷറും നമ്മുടെ അധ്വാനവും എല്ലാം തന്നെ വെറുതെയായി. ആക്ച്വലി ആ ട്രഷറിന് അതിന് നമ്മുടെ ഫ്രണ്ട് അവനും അവകാശിയാണ്. ഇപ്പോ നമുക്ക് നമ്മുടെ ട്രഷറും ഫ്രണ്ടും ഒക്കെ നഷ്ടമായി. ട്രഷർ നഷ്ടമായാലും കുഴപ്പമില്ല, പക്ഷെ അവന് നഷ്ടമായത് അതെന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവനും ഒരുപാട് വിഷമത്തിൽ തല താഴ്ത്തി നിൽക്കും. ലൂഫി എയ്സിനോട് പറയും, എനിക്ക് എങ്ങനെയെങ്കിലും ട്രെയിനിങ് എടുക്കണം, നല്ല സ്ട്രോങ് ആവണം, ഇനി ഒരിക്കലും ഇതുപോലൊന്നും സംഭവിക്കാൻ പാടില്ല. എയ്സ്, നീയെങ്കിലും എന്നെ വിട്ടു പോവരുത്, ഇതുപോലൊരു മരണം നിനക്കുണ്ടാവരുതെന്ന് പറയും. അത് കേട്ട് എയ്സ് വീണ്ടും അവന്റെ തലക്കിടിക്കും. ആദ്യം നീ നിന്നെ പ്രൊട്ടക്ട് ചെയ്യ്. ഞാൻ ഒരിക്കലും മരിക്കാനൊന്നും പോകുന്നില്ല. കാരണം നിന്നെ നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സോ എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ മരിക്കില്ല. അവന്റെ ആഗ്രഹം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം എന്നതായിരുന്നു. ഒരു നോബിളായി മാറാൻ നമ്മുടെ ഫ്രണ്ടിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. സോ തീർച്ചയായിട്ടും അവന്റെ ആഗ്രഹം അത് നമ്മൾ സാധിച്ചെടുക്കണം. 17ാമത്തെ വയസ്സിൽ നമുക്ക് ഇവിടുന്ന് പോകണം. ഒരുപക്ഷെ ഈ ലോകം മുഴുവൻ നമ്മളെ എതിർക്കാം, നമ്മുടെ ഗ്രാൻഡ് വരെ നമ്മുടെ ശത്രുവാവാം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഇമാജിനേഷൻ കാണിക്കും. നമ്മുടെ ഫ്രണ്ട് പയ്യൻ അവൻ കടലിലൂടെ ഹാപ്പി ആയിട്ട് സെയിൽ ചെയ്ത് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.